കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ്. അതിനെല്ലാം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞതാണ്. സത്യത്തിൽ ഇതുവരെ ആ പേര് പറയാൻ മടിച്ചിരുന്നു. പക്ഷേ ഇതിന് ഇനി മറുപടി പറയേണ്ടത് സർക്കാരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കാലം അത്രയും നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു സൽപ്പേരാണ് മതസൗഹാർദ്ദം, ഒത്തൊരുമ, കൂട്ടായ്മ, വിഭാഗീയതയും വർഗീയതയും നിർമ്മാർജ്ജനം ചെയ്യുക. ഇനി ആ വിഭാഗീയതയും വർഗീയതയും സജീവമാക്കുകയാണോ വേണ്ടത്? അല്ല, അത് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്ത് മതസൗഹാർദ്ദവും സാഹോദര്യവും സജീവമാക്കുകയാണോ വേണ്ടത് എന്ന് സമൂഹം തീരുമാനിച്ചു കഴിഞ്ഞു. മഹാഭൂരിഭാഗം ജനങ്ങളും അത് അംഗീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ വിഷം ചീറ്റുന്ന വളരെ മോശമായ പ്രസ്താവനകൾ ഇന്നാരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അത് ഒരു ക്രമസമാധാന പ്രശ്നമായി കണ്ട് അതിന് സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ പ്രസ്താവന ശരിയാണോ ഇല്ലേ, അങ്ങനെ പ്രസ്താവിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിയമപാലകരും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടവുമാണ് അത് തീരുമാനിക്കേണ്ടത്. അതെ, ഈ നാട്ടിൽ തിരുത്തണമെന്ന് തന്നെയാണ്. അതായത് വെള്ളാപ്പള്ളിയുടെ ഈ സമീപനം ഒരിക്കലും ശരിയല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു വെള്ളാപ്പള്ളിയുള്ള ഈ സമീപനം, ഇതിൻ്റെ ഒരു പരിഹാരം സർക്കാർ കാണണം എന്നാണ് പറയുന്നത്. അതായത് ഇതിന് തിരുത്തണം. ഈ പ്രസ്താവനയോടുള്ള പരിഹാരം സർക്കാർ കാണണം. അതെ, വ്യക്തി എന്നുള്ളതല്ല ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ ഇതുവരെ ആ പേര് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നിരന്തരം വീണ്ടും വീണ്ടും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ വിഭാഗീയതയും വർഗീയതയും വർദ്ധിപ്പിച്ച് കളയുന്നതാണ്. എല്ലാ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ പരിഹാരം കാണേണ്ടത് സർക്കാരാണ് എന്നാണ് എനിക്ക് സർക്കാരിനോട് പറയുന്നത്.